ഇപ്പോൾ +1 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കാണ് പറയാൻ പോകുന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇപ്പോൾ യൂണിറ്റ്സ് എന്താണെന്ന് മനസ്സിലായി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ്സും നമുക്ക് മനസ്സിലായി, ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഈ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, പലതരത്തിലുള്ള സിസ്റ്റംസ് നമ്മൾ യൂണിറ്റ്സ് ഉപയോഗിക്കാനുണ്ടായിരുന്നു. മുന്നേ ഉപയോഗിച്ച സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പലതരത്തിൽ പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നതെല്ലാം ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. അത് ഒന്നാമത്തത് CGS സിസ്റ്റം. CGS സിസ്റ്റം. നെക്സ്റ്റ് FPS. തേർഡ് വൺ MKS. ഇങ്ങനെ 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. CGS എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് ലെങ്ത്തിനെയാണ്. അപ്പൊ ലെങ്ത്, മാസ്, ടൈം ഈ ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ ലെങ്ത്തിന്റെ യൂണിറ്റ് C വരുന്ന നിങ്ങൾക്കറിയാം എന്തായിരിക്കും? സെന്റിമീറ്റർ. അപ്പൊ സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് ലെങ്ത്തിന് സെന്റിമീറ്ററും മാസിന് ഗ്രാമും ടൈമിന് സെക്കൻഡ്സും യൂണിറ്റ് ആയിട്ട് വരുന്ന സിസ്റ്റമാണ് CGS സിസ്റ്റം. ഇനി ഫോർ ലെങ്ത് FPS സിസ്റ്റത്തിൽ ഫോർ ലെങ്ത് ഫൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. യൂണിറ്റ് ഓഫ് ലെങ്ത് ഫൂട്ട്, യൂണിറ്റ് ഓഫ് മാസ് പൗണ്ട് ആൻഡ് യൂണിറ്റ് ഓഫ് ടൈം സെക്കൻഡ്. ഇതിനെയാണ് FPS സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇത് ബ്രിട്ടീഷ് സിസ്റ്റം ആണ്. ഇത് ബ്രിട്ടീഷ് സിസ്റ്റം ആയിരുന്നു പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. FPS ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. മലയാളത്തിൽ നമ്മൾ അടി, വാര എന്നെല്ലാം പറഞ്ഞിട്ട് പഴയ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്നു. അപ്പൊ പല സ്ഥലത്തും പല യൂണിറ്റ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് ലാസ്റ്റ് വൺ മീറ്റർ. എമ്മിന് ലെങ്ത്തിന് മീറ്റർ ആണ്, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നുള്ള യൂണിറ്റ്. ഈ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനെ പല സ്ഥലത്തും പല രാജ്യങ്ങളിലും വിവിധ യൂണിറ്റ്സുകൾ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഇത് കൺവേർട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു പുതിയ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെയാണ് SI യൂണിറ്റ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് സിസ്റ്റം. എല്ലാവരുടെയും അംഗീകരിക്കുന്ന സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് സിസ്റ്റം ഇന്റർനാഷണൽ. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ പറഞ്ഞാലും സെയിം യൂണിറ്റ് ആണ്. നമുക്ക് SI യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. അത് എവിടെയാണെങ്കിലും SI യൂണിറ്റ് ഓഫ് ലെങ്ത് മീറ്റർ ആയിട്ടാണ് നമ്മൾ പറയാം. അപ്പൊ അങ്ങനെ 7 ഫണ്ടമെന്റൽ SI യൂണിറ്റ്, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? SI യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. SI യൂണിറ്റിലെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. SI യൂണിറ്റിലെ ഫസ്റ്റ് വൺ വരുന്നത് ലെങ്ത്. ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സിമ്പിൾ യൂസ് ചെയ്യുന്നത് M ആണ്. നെക്സ്റ്റ് മാസ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. സിമ്പിൾ kg ആണ് സിമ്പിൾ. ടൈം. ടൈമിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം എന്താണ്? സെക്കൻഡ്സ് ആണ് ടൈമിന്റെ യൂണിറ്റ്. S ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് കുറെ യൂണിറ്റ്സ് ഉണ്ട് നമുക്കറിയാം. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, കെൽവിൻ ഉണ്ട്. അപ്പൊ ടെമ്പറേച്ചറിന്റെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കെൽവിൻ ആണ്. ടെമ്പറേച്ചർ കെൽവിൻ, K ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് അറിയാം, എല്ലാവർക്കും അറിയായിരിക്കും. ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് ഏതാണ്? ആംപിയർ ആണ്. ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് ആംപിയർ, A ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. നിങ്ങൾക്കറിയാം, കെമിസ്ട്രിയിലും പഠിക്കുന്നതായിരിക്കും അല്ലെ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് മോൾ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. MOLE ആണ് നെയിം. സിമ്പിൾ നെയിം MOLE, സിമ്പിൾ മോൾ. യൂണിറ്റ് നെയിം MOLE എന്നാണ്. റെപ്രസെന്റ് ചെയ്യുന്നത് MOL. നെക്സ്റ്റ് വൺ ലൂമിനസ് ഇന്റൻസിറ്റി. അതിന്റെ യൂണിറ്റ് പുതിയ ടേം ആണ്. നിങ്ങൾക്ക് കാൻഡില എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില. അപ്പോൾ ലൂമിനസ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അല്ല, ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ് എല്ലാം കാണുന്നതാണ്. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, ലൂമിനസ് ഇന്റൻസിറ്റിന്റെ യൂണിറ്റ് കാൻഡില, CD എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ there are 7 ബേസിക് SI യൂണിറ്റ്സ്. ഏതൊക്കെയാണ്? ലെങ്തിൻ്റെതാണെങ്കിൽ മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്സ്, ടെമ്പറേച്ചർ കെൽവിൻ, ഇലക്ട്രിക് കറന്റ് ആംപിയർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില. ഇത്രയുമാണ് നമ്മളെ 7 ബേസിക് SI യൂണിറ്റ്സ്. നമ്മുടെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് മെയിൻ ആയിട്ട് 3 ഉണ്ടായിരുന്നു. നാലാമത് വന്ന ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് SI യൂണിറ്റ്. ആദ്യം ഉണ്ടായിരുന്ന 3 CGS സിസ്റ്റം,
FPS സിസ്റ്റം ആൻഡ് MKS സിസ്റ്റം. ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ളത് സിസ്റ്റം ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് SI യൂണിറ്റ്. അതിലുള്ള 7 ബേസിക് ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും ആണ്. ആ ബേസിക് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെയാണ് SI യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിപ്പോ 7 എണ്ണം നമ്മളിവിടെ ബേസിക് യൂണിറ്റ്സ് ആയിട്ട് പഠിച്ചു. ഇനി 2 സപ്ലിമെന്ററി യൂണിറ്റ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, അതും കൂടെ പറയാം. സപ്ലിമെന്ററി യൂണിറ്റ്സ് നമ്മൾ 2 എണ്ണമാണ് പഠിക്കുന്നത്. SI യൂണിറ്റിന്റെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണ് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിൾ നിങ്ങൾക്കറിയാം, പ്ലെയിൻ ആംഗിൾ തീറ്റ. ഈ ആംഗിൾ കാണാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നത്. പക്ഷെ SI യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലെയിൻ ആംഗിളിന്റെ റേഡിയൻ ആണ്. RADIAN ആണ്. അതിന്റെ സിമ്പിൾ യൂസ് ചെയ്യുന്നത് RAD ആണ്. റേഡിയന്റെ സിമ്പിൾ RAD. നെക്സ്റ്റ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇന്റർസെപ്റ്റഡ് ആംഗിൾ, ഇതിന്റെ ഇടയിൽ വരുന്ന ഈ ആംഗിളിനെയാണ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ ആണ് സോളിഡ് ആംഗിൾ. അപ്പൊ സോളിഡ് ആംഗിൾ ഇസ് ഈക്വൽ ടു, അതിന്റെ യൂണിറ്റ് പഠിക്കാനുള്ളത് സ്റ്റെറേഡിയൻ. സോളിഡ് ആംഗിൾ സ്റ്റെറേഡിയൻ ആണ്. യൂണിറ്റ് നെയിം സിമ്പിൾ SR ആണ്. അപ്പൊ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയനും സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് സ്റ്റെറേഡിയനും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണ് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ, റേഡിയൻ ആൻഡ് സ്റ്റെറേഡിയൻ. ഓക്കെ, പഠിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.